ചോദ്യക്കടലാസ് ചോർത്തിയ കേസിലെ പ്രതികളെ 5 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ സ്ഥാപനത്തിലെ അധ്യാപകരായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കെ ഫഹദ്, പാവങ്ങാട് സ്വദേശി വി ജിഷ്ണു എന്നിവരെയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും വിവിധയിടങ്ങളിൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഇവർ വാവാട്ടി താമസ സ്ഥലത്തെത്തിയപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിലെ 1-ാം പ്രതിയായ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതും ഷുഹൈബിനെ അടക്കം പ്രതി ചേർത്തതും. വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. MS സൊല്യൂഷൻ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കഴിഞ്ഞ 10ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യക്കടലാസിൽ 18 മുതൽ 26 വരെ എല്ലാ ചോദ്യങ്ങളും ഷുഹൈബ് പ്രവചിച്ചിരുന്നു. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷ് പരീക്ഷ പ്രവചിച്ചതിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ച വ്യക്തമാവുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്തുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും സർക്കാർ ഉദ്യോഗസ്ഥരായ മറ്റ് പ്രതികളുടെ സഹായത്തോടെ ഷുഹൈബ് ഗൂഢാലോചന നടത്തിയെന്നും സംശയിക്കുന്നതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു.